പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാഗീതം അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, രക്ഷാകർമ്മം പൂർത്തിയാക്കി അങ്ങയുടെ പുത്രനെ മഹത്വത്തിലേക്ക് ഉയർത്തിയ അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഉത്തിതനായ മിശിഹായ ലോകാവസാനത്തോളം സധൈര്യം പ്രഘോഷിക്കാനും സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് എല്ലാ മനുഷ്യരെയും നയിക്കാനും പെന്തക്കുസ്താദിനത്തിൽ പരിശുദ്ധ റൂഹായ അയച്ച അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഈ ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഗേഹത്തിൽ വാഴുന്നതിനോ പാവനമാം നിൻ മാമലയിങ്കൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളോ രൻ കർത്താവേ ആരീ ഭൂവിൽ. ന്യായം മാത്രം നോക്കുന്നവനും സത്യം തന്നെ
മാരതരാം തിന്മകൾ പോലും സ്നേഹിനെതിരായി ചെയ്യാത്തവനും അയൽവാസികളെ ദ്രോഹിപ്പതിനായി കൈക്കൂലീനം വാങ്ങാത്തവനും അതുപോൽ ദിവ്യാത്മജനം ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരൻ നയിക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഉത്താനം നീയാളുന്നു. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടും, സർവരുമൊന്നായി പാടിടും. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടും, വാഴ്ത്തിടും. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 19-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 3-ാം മാസം 1-ാം ദിവസം ഇസ്രായേൽക്കാർ സീനായ് മരുഭൂമിയിലെത്തി. അവർ റഫീദിമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിൽ പ്രവേശിച്ച് മലയുടെ മുൻവശത്ത് പാളയമടിച്ചു. മോശ ദൈവസന്നിധിയിലേക്ക് കയറി ചെന്നു. കർത്താവ് മലയിൽ നിന്ന് അവനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: യാക്കോബിൻ്റെ ഭവനത്തോട് നീ പറയുക, ഇസ്രായേലിനെ അറിയിക്കുക, ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ്. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. ഇവയാണ് ഇസ്രായേൽക്കാരോട് നീ പറയേണ്ട വാക്കുകൾ. മോശ ചെന്ന് ജനത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ച് കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം അവരെ അറിയിച്ചു. ജനം ഏകസ്വരത്തിൽ പറഞ്ഞു:
കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തുകൊള്ളാം. ജനത്തിൻ്റെ മറുപടി മോശ കർത്താവിനെ അറിയിച്ചു. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കുന്നതിനും അവർ നിന്നെ എപ്പോഴും വിശ്വസിക്കുന്നതിനും വേണ്ടി ഇതാ ഞാനൊരു കനത്ത മേഘത്തിൽ നിന്റെ അടുക്കലേക്ക് വരുന്നു. മോശ ജനത്തിൻ്റെ വാക്കുകൾ കർത്താവിനെ അറിയിച്ചു. ദൈവമായ കർത്താവിനെ സ്തുതി. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ എന്നേക്കും. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണം. അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ. സഹോദരരെ, നിങ്ങൾ ആത്മീയ ദാനങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിജാതീയരായിരുന്നപ്പോൾ സംസാരശേഷിയില്ലാത്ത വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് അബദ്ധസഞ്ചാരം ചെയ്തിരുന്നത് ഓർക്കുന്നുണ്ടല്ലോ. ദേവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണ് എന്ന് ഒരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കുന്നുവെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നു തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്നു തന്നെ. പ്രവർത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിനും പ്രചോദനം നൽകുന്നത് ദൈവം ഒന്നു തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതുനന്മയ്ക്ക് വേണ്ടിയാണ്. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും വേറൊരുവന് ഭാഷാവരവും വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ തന്നെ പ്രവൃത്തിയാണ് ഇതെല്ലാം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വചനം വിതയ്ക്കുവാനായി പോവുക, ലോകം മുഴുവനുമായി വയലിൽ വിളകളേറെയല്ലോ കൊയ്തിടാൻ പോക. കർത്താവിൻ സ്നേഹം ഈ ലോകം മുഴുവൻ പകർന്നു നൽകിയിടാം. കർത്താവിൻ വചനം ഈ ഭൂമിയിലെങ്ങും തിരിഞ്ഞു നിന്നിടും. കർത്താവിൻ സ്നേഹം ഈ ലോകം മുഴുവൻ പകർന്നു നൽകിയിടാം. കർത്താവിൻ വചനം ഈ ഭൂമിയിലെങ്ങും തിരിഞ്ഞു നിന്നിടും. വചനം വിതയ്ക്കുവാനായി പോക, ലോകം മുഴുവനുമായി. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 16 വചനങ്ങൾ 5 മുതൽ 15 വരെ. എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. എന്നിട്ട് നീ എവിടെ പോകുന്നുവെന്ന് നിങ്ങളിൽ ആരും എന്നോട് ചോദിക്കുന്നില്ല. ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിൽ സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവൻ നിങ്ങളുടെ അടുത്തേക്കിലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും.
അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ടും നിങ്ങൾ ഇനിമേൽ എന്നെ കാണുകയില്ലാത്തതുകൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, അല്ലവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്, അതുകൊണ്ടാണ് എനിക്കുള്ളവൻ സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ കർത്താവായ മിശിഹായ ക്രിസ്തുവേ, നമുക്കിരിക്കാം. വിശംശയ്ക്കും സുഖാണോ? മഴയൊക്കെ ഉണ്ടല്ലേ, ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ നല്ല വെയിലായി. നമ്മളിന്ന് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണിന്ന്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് പെന്തക്കോസ്ത തിരുനാളാണ്. സഭ ഔപചാരികമായി തുടക്കം കുറിച്ച ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇന്ന് നമ്മുടെ നാടിൻ്റെ പുത്രിയായിട്ടുള്ള വിശുദ്ധ മറിയം ത്രേസ്യായുടെ തിരുനാളാണ്. ജൂൺ 8-ാം തീയതിയാണ്. അപ്പോൾ ആ കുടുംബങ്ങളുടെ മധ്യസ്ഥയാണ് മറിയം ത്രേസ്യ. നമ്മുടെ കുടുംബങ്ങളെയൊക്കെ നമുക്ക് പ്രത്യേകമായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മൂന്നാമതായിട്ടുള്ളത് നിങ്ങളുടെ ഇടവകയിൽ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ വലിയൊരു എന്താ പറയുക ആവശ്യത്തിലേക്ക്, അല്ലെങ്കിൽ വലിയ നമ്മളൊക്കെ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നത്തിലേക്ക് തമ്പുരാൻ്റെ സംരക്ഷണം തേടിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ആൾത്താരിൽ നിൽക്കുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ പലരും കുടിയേറി വന്നിട്ടുള്ളവരാണ്. ഇവിടെ വന്ന് താമസാക്കിയ കാലത്ത് സ്വന്തമായിട്ടൊരു വീടുണ്ടാവാനായിട്ട് മുമ്പ് ഒരു ദൈവാലയം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചവരാണ് നമ്മുടെ കാർന്നമാർ. അപ്പോൾ ഇത് നമ്മുടെ പൊതു ഇടമാണ്. ഇവിടെയാണ് തമ്പുരാനോടിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്നാണ് നമ്മൾ നമ്മുടെ എല്ലാ ജീവിത വ്യാപാരങ്ങളെയും പരിഹാരം കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിന്ന് ഈ ബലി അർപ്പിച്ചിട്ട് നമ്മൾ ആരംഭിക്കുന്ന ആ വലിയ പ്രതിഷേധം, നമ്മളുടെ വേദന അറിയിക്കൽ നമുക്ക് തമ്പുരാൻ്റെ കരങ്ങളിൽ കൊടുത്ത് നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഞാൻ സൂചിപ്പിച്ചു, ഇന്ന് പെന്തക്കോസ്ത തിരുനാളാണ്. നമുക്കെല്ലാവർക്കും അറിയാം, യഹൂദന്മാരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ പ്രധാനപ്പെട്ട തിരുനാളുകൾ എന്ന് പറയുന്നത് 3 ഒന്ന് പെസഹ തിരുനാളാണ്. ദൈവം തൻ്റെ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ മോചിപ്പിച്ചതിൻ്റെ ഓർമ്മയാണ് പെസഹയായിട്ട് ആചരിച്ചിരുന്നത്. 2 കൂടാരത്തിരുന്നാളാണ്. കൂടാരത്തിരുന്നാളിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തങ്ങളുടെ പുറപ്പാട് അനുഭവത്തിൽ തങ്ങളുടെ കാർന്നന്മാർ തങ്ങളുടെ വീടും നാടും വിട്ട് മരുഭൂമിയിൽ താമസിച്ച അവർ കടന്നുപോയ ആ കഷ്ടപ്പാടുകളെ ഒക്കെ ഓർക്കാൻ വേണ്ടി യഹൂദ ജനത തങ്ങളുടെ വീടൊക്കെ വിട്ട് ചെറിയ കൂടാരം ടെൻ്റൊക്കെ കെട്ടി അവിടെ വസിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ ഓർമ്മയാണ് കൂടാരത്തിരുന്നാളായിട്ട് ആഘോഷിക്കുന്നത്. 3 പെന്തക്കോസ്ത തിരുനാളാണ് 3ാമത്തെ പെരുന്നാൾ. അത് വിളവെടുപ്പിൻ്റെ തിരുനാളായിട്ടാണ് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ യഹൂദ ജനത ആചരിച്ചത്. പിന്നീട് ദൈവത്തിൻ്റെ ജനത്തെ മോചിപ്പിച്ചതിൻ്റെ 50-ാം ദിവസം, പ്രത്യേകിച്ച് ഈജിപ്തിൽ നിന്ന് പെസഹായ്ക്ക് ശേഷം അവർ കടന്നുപോയി 50-ാമത്തെ ദിവസമാണ് ദൈവം തൻ്റെ ജനത്തിന് ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ നൽകിയത്. അതിൻ്റെ ഓർമ്മയാചരിച്ചിട്ടാണ് നമ്മൾ പെന്തക്കോസ്ത പഴയ നിയമത്തിൽ നമ്മൾ ആചരിച്ചിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം 50-ാമത്തെ ദിവസമാണ് ഈശോ തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയതും സഭയ്ക്ക് അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് തുടക്കം കുറിച്ച് സഭയ്ക്ക് ജന്മം നൽകിയതും ഈ ഒരു ദിവസമാണ്. അതുകൊണ്ട് ഈ പെന്തക്കോസ്ത ദിവസം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിട്ട് നമ്മൾ കാണണം. നമുക്കറിയാം, നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാത്തിരിപ്പിൻ്റെ തിരുനാളാണ് പെന്തക്കോസ്ത തിരുനാൾ. കാരണം ഈശോ പറഞ്ഞ ഒരു വാഗ്ദാനം നമ്മൾ സുവിശേഷം വായിച്ചു കേട്ടു. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായിട്ട് വിടുകയില്ല, നിങ്ങൾക്ക് ഞാനൊരു സഹായകനെ നൽകും. അത് എപ്പോഴാണ്, എങ്ങനെയാണ് എന്ന് തമ്പുരാൻ ഈശോ പറഞ്ഞില്ല.
പക്ഷെ നമുക്ക് വീണ്ടും ഈശോ സ്വർഗാരോഹണ സമയത്ത് നമ്മൾ കാണുന്ന ഒരു ഭാഗം ഇതാണ്. കർത്താവ് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ആത്മാവിനെ സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ ജെറുസലം വിട്ടുപോകരുത്. തുടർന്നുള്ള വാചകപ്രകാരമാണ് അവർ ജെറുസലം ദേവാലയത്തിൽ പ്രാർത്ഥനയിൽ കഴിച്ചുകൂടി എന്നാണ് സുവിശേഷം പറയുന്നത്. നടപടി പുസ്തകത്തിൽ 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ ശിഷ്യന്മാർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് അവർക്ക് തീനാളത്തിൻ്റെ രൂപത്തിൽ അവരുടെ മേൽ ഇറങ്ങി വന്നത്. നമുക്കറിയാം, ഒരു ഒറ്റ തീനാവല്ല, എല്ലാവരുടെയും പേരിൽ ഒരു തീനാവല്ല, എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ടാണ്. അല്ല, നമ്മൾ ആ ചിത്രം കണ്ടാൽ അറിയാം, അപ്പോസ്തലന്മാർ ഓരോരുത്തരുടെയും മേൽ തീനാവിൻ്റെ രൂപത്തിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. തീനാവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, തീ എന്ന് പറയുന്നത് അഗ്നിയാണ് അല്ലേ. അഗ്നിയുടെ പ്രത്യേകത എന്താണ്? അത് ശുദ്ധീകരിക്കുന്ന ഒരു സംഗതിയാണ് അഗ്നി എന്ന് പറയുന്നത്. അപ്പോൾ തീനാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ അഗ്നി കൊണ്ട് ശുദ്ധി വരുത്തിയ നാവ് എന്നാണ് അർത്ഥമാക്കുന്നത്. നമ്മുടെ നാവുകൾ ശുദ്ധമുള്ളതാണെങ്കിൽ എനിക്ക് തോന്നണേ പല പ്രശ്നങ്ങൾക്കും നമ്മുടെ കുടുംബത്തിൽ പരിഹാരം ഉണ്ടാവും അല്ലേ. പലപ്പോഴും നമ്മുടെ നാവാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. വീട്ടിലാവട്ടെ, നാട്ടിലാവട്ടെ, ഇടവകയിലാവട്ടെ, സമൂഹത്തിലാവട്ടെ, നമ്മൾ പറയുന്ന വാക്ക് അത് ശുദ്ധിയില്ലാത്തതാണെങ്കിൽ അതെപ്പോഴും പ്രശ്നമുണ്ടാവും. എപ്പോഴും വിശുദ്ധിയില്ലാതെ നമ്മൾ എന്തു പറഞ്ഞാലും അത് കൃപയുണ്ടാവില്ല, അതെപ്പോഴും കലഹത്തിന് കാരണമാകും. നമ്മൾ കാണുന്നുണ്ട്, മാതാവും എലിസബത്തും കൂടെ എലിസമ്മയുടെ ഭവനത്തിൽ നടത്തുന്നൊരു കൂടിക്കാഴ്ചയുണ്ട് അല്ലേ. കാരണം രണ്ടുപേരുടെയും അവസ്ഥ ഒന്നാണ്. എലിസമ്മ തൻ്റെ വയസ്സുകാലത്ത് ഗർഭിണിയാണ്, പുറത്തിറങ്ങാൻ പറ്റണില്ല, ആരോടും മിണ്ടാൻ പറ്റണില്ല. ആകപ്പാടെ മിണ്ടാനുള്ള ആളാണെങ്കിൽ മൂകനും ബദിരനായിട്ടിരിക്കുകയാണ്, മിണ്ടാട്ടില്ല. പിന്നെ അമ്മയുടെ അവസ്ഥ അറിഞ്ഞപ്പോൾ താൻ ഗർഭിണിയാണെന്നറിഞ്ഞ മറിയം ആ മലമ്പ്രദേശത്തേക്ക് നടത്തുന്നൊരു യാത്രയുണ്ട്. ആ യാത്രയുടെ വിവരണം ലൂക്കാസ് സുവിശേഷം കൊടുക്കുന്ന പ്രകാരമാണ്. അവളെ കണ്ട രീതിയിൽ എന്തുണ്ടായത്, എലിസമ്മ ഓടി വന്ന് മറിയത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. നിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എൻ്റെ ഉദരത്തിൽ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടിയെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, അവളുടെ ഉള്ളിലുള്ള കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവർക്കാണ് എന്ത് പറയാൻ പറ്റുക, നമ്മുടെ നാവിൻ്റെ ശുദ്ധി കാത്തു പാലിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആത്മാവിൻ്റെ അഭിഷേകത്തോടെ നമ്മൾ പറയുന്ന വാക്കുകൾ എന്നുണ്ടാവും, അത് മറ്റുള്ളവർക്ക് മാറ്റം വരുത്തും, മറ്റുള്ളവർക്ക് കൃപയുണ്ടാവും, അതവർക്ക് വിശുദ്ധിയിലേക്ക് അവരെ കൈപിടിച്ച് നടത്തുന്ന അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. രണ്ടാമത്തെ കാര്യം, ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ അപ്പോസ്തലന്മാർ നടപടി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, പത്രോസിൻ്റെ പ്രസംഗം, ശിഷ്യപ്രമുഖനായിട്ട് പത്രോസിൻ്റെ പ്രസംഗം, അത് അവിടെയുള്ള എല്ലാ ആളുകൾക്കും മനസ്സിലായി എന്ന് പറയണേ. അവരവരുടെ ഭാഷകളിൽ അവർക്കിത് മനസ്സിലാക്കാൻ പറ്റി. അതായത് പരിശുദ്ധാത്മാവിന് നിറവുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ എന്നുണ്ടാകും, മറ്റുള്ളവർക്ക് മനസ്സിലാവും അല്ലേ. മനസ്സിലാകാമെന്ന് ഇംഗ്ലീഷിൽ എന്താ പറയുക, അണ്ടർസ്റ്റാൻഡ് അല്ലേ. അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേർഡ് മീനിങ്ങിനാണ് സ്റ്റാൻഡ് അണ്ടർ എന്നാണ്. അത് ഒരു വ്യക്തിയുടെ താഴെ നിൽക്കുമ്പോഴാണ് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അതിന് വലിയ ഉദാഹരണം അമ്മ തന്നെയാണ്. നമ്മൾ കുരിശിൻ്റെ ചുവട്ടിൽ നമ്മൾ കാണുന്നുണ്ട്, കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞ വാക്കുകൾ. യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. മറിയത്തോട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. ഒരുപക്ഷെ നമുക്കൊക്കെ പിടുത്തം കിട്ടാത്ത കാര്യമാണ്, പക്ഷെ അമ്മയ്ക്കത് മനസ്സിലായി. ആ നിമിഷം തന്നെ അമ്മ യോഹന്നാൻ്റെ കൂടെ പോയി എന്നാണ് സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നത്. കാരണം ഒരു വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കണം, എപ്പോഴും നമ്മളൊന്ന് താഴേക്ക് ഇറങ്ങണം, ഒന്ന് എളിമപ്പെടണം, അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് എന്ത് വേണം, പരിശുദ്ധാത്മാവ് നമ്മൾ നിറയണം. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ ഒന്നാണ് എളിമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആത്മാവിൻ്റെ നിറവ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും.
ഇത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും എടുത്ത് നോക്കി അച്ഛൻ പറയണ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണില്ല, അപ്പം എന്തുണ്ടാവും? നിങ്ങൾ പ്രശ്നം ഉണ്ടാകും അല്ലേ? വീട്ടിൽ അപ്പം പറയണ കാര്യം മക്കൾക്ക് മനസ്സിലാവണില്ല, മക്കൾ അവരുടെ വഴിക്ക് പോകും. അല്ലെങ്കിൽ ഭാര്യയ്ക്ക് മനസ്സിലാവണില്ല ഭർത്താവ് പറയണ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭാര്യ പറഞ്ഞാൽ ഭർത്താവിന് മനസ്സിലാവണില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തുണ്ടാവുമെന്നറിയാവോ? നമ്മുടെ ഭാഷകൾ ചിന്തിച്ചു തുടങ്ങി. അതുകൊണ്ടൊന്ന് മിണ്ടാട്ടില്ലാത്ത രീതിയിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ മാറുകയാണ്. അതുകൊണ്ട് നമ്മുടെ സംസാരങ്ങൾ വിശുദ്ധമാവട്ടെ. അതാണ് എനിക്ക് പ്രാക്ടിക്കലായിട്ട് നിങ്ങളോട് ഇന്ന് പറയാനുള്ള ഒരു കാര്യം. ഞാൻ പറഞ്ഞു, ഇന്ന് മറിയം ത്രേസ്യാമ്മയുടെ തിരുനാളാണ്. ഈ 2025 വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മറിയം ത്രേസ്യാമ്മയുടെ സ്വർഗപ്രവേശനത്തിൻ്റെ 100ാമത്തെ വർഷമാണ്. 1926 ജൂൺ മാസം 8-ാം തീയതിയാണ് മറിയം ത്രേസ്യ സ്വർഗം പൂകിയത്. ജനിച്ചത് 1876 ഏപ്രിൽ മാസം 16-ാം തീയതിയാണ്. ഒരു വർഷം പിന്നീടാണ്. ഞാനിത് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലേക്ക് ഓർമ്മ വന്നത്, കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ 2025 വർഷത്തെ മഹാജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിക്കേണ്ടത് എന്തിൻ്റെയാണെന്നറിയാവോ? കർത്താവിൻ്റെ ജനനത്തിൻ്റെ 2025ാമത്തെ വർഷം മഹാജൂബിലി വർഷമായിട്ട് ആചരിക്കണമെന്ന് മാർപ്പാപ്പ പറയണ്ടായി. അത് പറഞ്ഞത് സ്പെസ് നോൺ കോൺഫുന്തിത് എന്ന് പറയുന്ന ഒരു തിരുവെഴുത്തിലൂടെയാണ്. അതായത് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്നുള്ള ഒരു തിരുവെഴുത്തിലൂടെയാണ് പരിശുദ്ധ പിതാവ് അത് പറഞ്ഞത്. എന്നിട്ട് മാർപ്പാപ്പ പറഞ്ഞു, വി ആർ ദ പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്. നമ്മൾ പ്രത്യാശയുടെ തീർത്ഥാടകരാണ്. മറിയം ത്രേസ്യയുടെ ഈ ശതാബ്ദി സെലിബ്രേഷനിലേക്ക് കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്ന് മാർപ്പാപ്പയുടെ ഈ വാക്കുകളാണ്, വി ആർ ദ പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 1.5 നൂറ്റാണ്ട് കാലത്ത് നമ്മുടെ കേരളക്കരയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. തൊടലും തീണ്ടിലും ജാതി വ്യവസ്ഥകളും ഒക്കെയുള്ളൊരു കാലം, പട്ടിണിയും ദാരിദ്ര്യവും അല്ലേ? നമുക്കൊരു വീട് പോലും പലർക്കുമില്ല. ഇനി എന്താ പറയുക, ചികിത്സിക്കാനായിട്ട് ഇടങ്ങളില്ല. വസൂരി മുതലുള്ള രോഗങ്ങൾ വരുമ്പോൾ ജീവനോടെയാണ് മനുഷ്യന്മാരെ പായൽ ചുരുട്ടിക്കൊണ്ട് കുഴിച്ചിട്ടിരുന്നത്. ഇത് കണ്ട് മനസ്സുമെടുത്ത മറിയം ത്രേസ്യ ആ ഒരു കാലഘട്ടത്തിൽ, സ്ത്രീകൾക്ക് വലിയ സ്വാതന്ത്ര്യമില്ലാത്ത കാലഘട്ടത്തിൽ ഇറങ്ങിത്തിരിച്ച് തൻ്റെ ചുറ്റുമുള്ള വീടാന്തരം കയറി ഇറങ്ങി. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ, വേദനിക്കുന്ന ആളുകളുടെ കണ്ണീരൊപ്പാനായിട്ട് അവൾക്ക് പറ്റിയെന്നുള്ളതാണ്. അവർക്കൊക്കെ നല്ല മരണത്തിന് വേണ്ടി അവരൊക്കെ ഒരുക്കി, ചികിത്സിക്കാനായിട്ട് അവൾ അതിനുള്ള വഴി കണ്ടെത്തി. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കടന്നു പോയപ്പോൾ നാട്ടുകാർ അവളെ വിളിച്ച അവൻ്റെ പേര് കരക്കന്യാസ്ത്രീ എന്നാണ്. നമുക്കറിയാം, ആ വാക്കിൻ്റെ അർത്ഥം അറിയാം. അത്രമാത്രം പുച്ഛത്തോടൊക്കെയാണ് അവൾ അന്ന് നോക്കിയിരുന്നത്. പക്ഷെ ഇതൊന്നും അവളെ ബാധിച്ചില്ല. കാരണം എന്നറിയാവോ? അവൾ ഈ വേദനിക്കുന്നവരിൽ ആരുടെ മുഖം കണ്ടു? ഈശോയുടെ മുഖം കണ്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് അവൾ പറഞ്ഞത് പ്രകാരം, ലെറ്റ് us be the reflections of God's love. നമുക്ക് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനങ്ങളാകാം എന്നാണ് അവൾ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് ആ അമ്മ ഇന്ന് നമ്മളുടെ നാടിൻ്റെ വിശുദ്ധയാണ്, നമ്മുടെ നാട്ടുകാരിയാണ്, നമ്മുടെ പുത്തഞ്ചിറയിലാണ് ജനിച്ചത്. അപ്പോൾ നമുക്കറിയാം, വലിയൊരു മാതൃകയാണ്. കുടുംബങ്ങളുടെ വിശദീകരണത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഒരു വലിയൊരു വിശുദ്ധ. അവളുടെ സഹനങ്ങളെ ചേർത്ത് പിടിച്ചവളാണ്, സഹനങ്ങളെ കൃപകളാക്കി മാറ്റിയവളാണ്. കർത്താവിൻ്റെ കുരിശിനോട് ചേർന്ന് നിൽക്കുന്നവരെ ദൈവവും ചേർത്ത് നിർത്തും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഷക്കീനയുടെ ഒരു ഇൻ്റർവ്യൂ, ഷെജിലാണ് ആ ഇൻ്റർവ്യൂ നടത്തിയത്. അദ്ദേഹം അമേരിക്കയിൽ ഒരു റിപ്പോർട്ടറാണ്. അപ്പോൾ എനിക്കിടയ്ക്ക് ഇങ്ങനെ ഇൻ്റർവ്യൂകളൊക്കെ അയച്ചു തരാറുണ്ട്. അപ്പോൾ ഷെജിൽ ഫോണായിട്ട് എന്നോട് പറഞ്ഞു വെച്ചാൽ ഞാൻ ഇങ്ങനെ അമേരിക്കയിലേക്ക് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവൻ നടത്തിയൊരു ഇൻ്റർവ്യൂ എനിക്ക് അയച്ചു തരുന്നുണ്ടായി. അത് മറ്റാരുമായിട്ടുള്ളതല്ല. ഒരു നമ്മുടെ നിങ്ങൾക്കറിയാം, ഡാനിയൽ പൂർണ്ണത്തിനെ കുറിച്ച് അറിയാം. വലിയ സുവിശേഷ പ്രഘോഷകനാണ്, വചന പ്രഘോഷകനാണ്. അച്ഛൻ ചിക്കാഗോ രൂപതയിൽ ഒരു കൺവെൻഷന് വേണ്ടി അവിടെ വന്നിരിക്കുകയാണ്. കൺവെൻഷൻ്റെ ആദ്യ ദിവസം ഇങ്ങനെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊണ്ടമാനം ആളുകളുണ്ട്. അപ്പോൾ ഒരു അമ്മച്ചി അങ്ങനെ ആ സൈഡിലിരുന്ന് വിട്ട് ഈ അച്ഛനെ കാണാൻ വേണ്ടി ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു? അച്ഛൻ താഴെ ഇറങ്ങി വന്ന് ആ അമ്മയുടെ അടുത്ത് വന്ന് ഇങ്ങനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു, ഞാൻ അമ്മയുടെ മനസ്സിലൊരാഗ്രഹം പറയട്ടെ. അപ്പോൾ അമ്മ ഇങ്ങനെ തലയാട്ടിയോ പറഞ്ഞു, എന്താണ്? അമ്മയ്ക്ക് എന്നെ തൊടാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ടല്ലേ. എന്നിട്ട് ഈ അച്ഛൻ ഈ അമ്മയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചങ്ങനെ കെട്ടിക്കൊണ്ട് പിടിച്ചു.
കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു ഞങ്ങളെയും കെട്ടിപ്പിടിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഒരു ദിവസം ഒരാളെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അച്ഛൻ അവസാനിപ്പിച്ചു. പക്ഷേ അത് ഇൻ്റർവ്യൂ അതിന് ശേഷം ആ അമ്മയുമായിട്ട് നടത്തിയ ഇൻ്റർവ്യൂ ആണ് എനിക്ക് തന്നത്. അതിൽ ആ അമ്മ പറഞ്ഞ കാര്യം ഇതാണ്: ഞാൻ അമേരിക്കയിൽ വന്നിട്ട് വർഷങ്ങളായി, ഞാനൊരു ആതുര ശുശ്രൂഷ മേഖലയാണ് പ്രവർത്തിക്കുന്നത്. എൻ്റെ ഭർത്താവ് ഒരു പൊളിറ്റീഷ്യനാണ്. ഞങ്ങൾക്കൊരു മോനേ ഉള്ളൂ. പക്ഷേ ഈ മോൻ പെട്ടെന്ന് ഒരു അസുഖം ബാധിച്ച് അവനെ ഞങ്ങൾക്ക് നഷ്ടമായി. അങ്ങനെ അവൻ മരിച്ചുപോയി. പക്ഷേ അതിൻ്റെ ആഘാതം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവ് പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഡിപ്രഷനായി, ജോലിക്കൊന്നും പോകാണ്ടായി, പുറത്തിറങ്ങാണ്ടായി. അവസാനം അദ്ദേഹം ഒരു വശം കൊണ്ട് തളർന്നു പോയി. അപ്പോൾ ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം മകനും മരിച്ചു, ഭർത്താവ് ഈ ആ കാറ്റഗറിയിലാണ്. ജോലി ഉപേക്ഷിച്ച് കഴിഞ്ഞ 9 വർഷമായി ഈ ഭർത്താവിനെ ശുശ്രൂഷിച്ച് വീട്ടിൽ കഴിയുകയാണ്. അപ്പോൾ ഈ അമ്മ ചെയ്തിരുന്ന കാര്യം ഇതാണ്: രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ പൂവണ്ണത്തലച്ചൻ്റെ ഈ പ്രസംഗം യൂട്യൂബിലുള്ളത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ മനസ്സിലുള്ള ആഗ്രഹമാണ് ഈ അച്ഛനൊന്ന് കാണണം, ഈ അച്ഛൻ്റെ അടുക്കൽ നിന്ന് പോകണം. അപ്പോഴാണ് ന്യൂജേഴ്സിയിൽ ഇങ്ങനെ പ്രസംഗം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഈ അപ്പച്ചൻ്റെ ശുശ്രൂഷ തൊട്ടടുത്തുള്ള ഒരു കെയർ ടേക്കറെ ഏൽപ്പിച്ചിട്ട് ഈ അമ്മ ഫോണൊക്കെ അവിടെ വെച്ചിട്ട് ഇവിടെ കാണാൻ വേണ്ടി വന്നത്. അങ്ങനെ ഈ അച്ഛനെ കാണാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കണം. അച്ഛൻ ഇറങ്ങി വന്ന് ഈ അമ്മയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ് എനിക്ക് അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തത്. എൻ്റെ അമ്മ പറയുകയാണ്: ഈശോ എന്നെ ചേർത്ത് പിടിച്ചു, ഈശോ എന്നെ കെട്ടിപ്പിടിച്ചു. എന്ന് പറഞ്ഞു ഈ അച്ഛൻ്റെ പ്രായവും എൻ്റെ മകൻ്റെ പ്രായവും സെയിമാണ്. അതുകൊണ്ട് എൻ്റെ മകനാണ് എന്നെ ഈശോയോട് ചേർത്ത് നിർത്തിയത് എന്ന് പറഞ്ഞ് അമ്മ അങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ പറയുണ്ടായി. എനിക്ക് തോന്നുന്ന പറയുമ്പോൾ നമ്മളുടെ കടന്നു പോകുന്ന വേദനകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ വെറുതെയല്ല. അവിടെ തമ്പുരാനൊരു പദ്ധതിയുണ്ട്. അത് നമ്മൾ അതിനെ സ്നേഹിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അതുണ്ടാവും. നമ്മൾ തമ്പുരാൻ്റെ കുരിശോട് ചേർന്ന് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈശോയുടെ കുരിശിനോട് ചേർന്ന് നിൽക്കുമ്പോഴുണ്ടാവും ദൈവം നമുക്ക് കൃപകൾ നൽകി അനുഗ്രഹിക്കും. ദൈവം മോശയോട് അബ്രാഹത്തോട് പറയണ്ടല്ലോ, ഈ നാടും വീടും ഉപേക്ഷിച്ച് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞിട്ട് അബ്രാഹത്തോട് പറയുന്ന കാര്യം ഇതാണ്: ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അതുമാത്രമല്ല പറഞ്ഞു, ഞാൻ നീ അനുഗ്രഹമായിരിക്കും എന്ന് പറയണേ. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. കാരണം ദൈവം നമ്മുടെ കൂടെയുണ്ട്. തമ്പുരാൻ്റെ കുരിശ് നമ്മൾ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈ മറിയം ത്രേസ്യ നൽകുന്ന വലിയൊരു പാഠതാണ്: കർത്താവിൻ്റെ കുരിശിനെ സ്നേഹിച്ചാൽ, കർത്താവിനെ നമ്മൾ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദൈവം നമ്മളെ ചേർന്ന് നിർത്തും. ഇന്നത്തെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേട്ട ഭാഗത്താണ് അപ്പോസ്തലൻ പറയുന്നുണ്ട്: യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അങ്ങനെ പറയണമെന്ന് എന്ത് വേണം നിങ്ങൾക്ക്? പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടാവണം. അല്ല, നമ്മളൊക്കെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാ. എന്നാൽ നമ്മൾ സ്വീകരിച്ചേ നമ്മുടെ മാമോദിസാവസരത്തിലും പിന്നെ എപ്പോഴാ സ്ഥൈര്യലേപനത്തിലുമാണ് അല്ലേ? മാമോദിസയിൽ സംഭവിച്ച 3 കാര്യങ്ങൾ ഇതാണ്: 1, നമുക്ക് വേണ്ടി സ്വർഗം തുറക്കപ്പെടും; 2, ദൈവം പറയും ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന് പറയും; കൂടാതെ പരിശുദ്ധാത്മാവിനെ നമ്മൾ നിറയ്ക്കും. സ്ഥൈര്യലേപനത്തിലൂടെ നമ്മൾ എന്താണ്? അതിൻ്റെ പൂർത്തീകരണമാണ്. എന്താണ്? നമ്മൾ ഈശോയുടെ പടയാളികളായിട്ട് മാറുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സ്ഥൈര്യലേപന ശുശ്രൂഷയിൽ നെറ്റിയിലും ഉറന്തയിലും പൂശി കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ ആ കുഞ്ഞിൻ്റെ വലത് കരത്ത് പതുക്കെ ഇങ്ങനെ ഒരു അടിക്കനിടണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കിട്ടിയിട്ടുള്ളവരില്ലേ? അടി കിട്ടിയിട്ടില്ല. മുറുക്കനെ അല്ല, പതുക്കെ ഇങ്ങനെ ഒന്ന് അടിക്കും. എന്തിനത് അടിക്കണേ? ഒരു വ്യക്തിയുടെ കബളി അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഏറ്റവും എന്താ പറയുക, അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ അവനെ ഏറ്റവും അധികം ഹ്യൂമിലിയേറ്റ് ചെയ്യുക എന്ന് പറയാം. അതുപോലെ തന്നെ ഏറ്റവും വേദനിക്കുന്ന ഇടമാണ് കവിളിത്തടം. ഈശോയുടെ കവിളത്തടിച്ചപ്പോൾ ഈശോ പറയണല്ലേ, നീ എന്തിനാ എന്നെ അടിച്ചെന്ന് ചോദിക്കണ്ട അല്ലേ? അത്രമാത്രം വേദന എടുക്കുന്ന സ്ഥലമാണ് അത്. സിംബോളിക്കായിട്ട് സ്ഥൈര്യലേപനത്തെ കൂദാശയിലൂടെ അങ്ങനെ അടിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കും: നിനക്ക് എന്തുമാത്രം അപമാനം ഉണ്ടായിരുന്നാലും, നിങ്ങൾ എത്രമാത്രം ഹ്യൂമിലേറ്റ് ചെയ്യപ്പെട്ടാലും, നീ എത്രമാത്രം സഹിക്കേണ്ടി വന്നു കഴിഞ്ഞാലും നീ എന്താണ്? നീ ഈശോയെ ഏറ്റുപറയണം. അങ്ങനെ കർത്താവിനെ ഏറ്റുപറയുന്നവർക്കാണ് എന്ത്? ദൈവത്തിൻ്റെ ഏറ്റുപറയാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപയുണ്ടാവണം. ഈ പെന്തക്കോസ്തായിൽ സംഭവിച്ചത് അതാണ് അല്ലേ? അതുവരെ പേടിച്ചിരുണ്ട അപ്പോസ്തലന്മാർ അല്ലേ, അവർക്ക് പേടിയായിരുന്നു പുറത്തിറങ്ങാനായിട്ട്. അങ്ങനെ ആ അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ അവരുടെ പേടിയൊക്കെ മാറി. അവർ ധൈര്യത്തോടെ ചങ്കൂറ്റത്തോടെ അവർ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് മാറി. അവർ കർത്താവിനെ പ്രഘോഷിച്ചു. അതുകൊണ്ട് പെന്തക്കോസ്ത എന്ന് പറയുന്ന തിരുനാൾ മാത്രമല്ല, അതൊരു അനുഭവമാണ്. ആത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരുന്ന അനുഭവം.
അങ്ങനെ ഈ ആത്മാവിൻ്റെ നിറവുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മറിയ ത്രേസ്യ പറഞ്ഞതുപോലെ ലെറ്റ് us be the reflections of God's love. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനങ്ങളായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഈ ആത്മാവിന് നിറവുണ്ടാവണം. നമുക്ക് ഈ പെന്തക്കോസ്ത് തിരുനാളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ പ്രദേശത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് നമുക്ക് പ്രവർത്തിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ വാഗ്ദാനം പൂർത്തിയാക്കുകയും ഇന്നേ ദിവസം പരിശുദ്ധ റൂഹായെ ആത്മീയനാവുകളുടെ രൂപത്തിൽ ശിശു സമൂഹത്തിന് അയക്കുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പന്തവസ്ത തിരുനാളിൽ പരിശുദ്ധ റൂഹായാൽ ശിഷ്യന്മാരെ സമാശ്വസിപ്പിക്കുകയും അവരുടെ ദുഃഖമകറ്റുകയും അവരിലൂടെ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയിൽ നോട്ടഡാം മഠത്തിൻ്റെ സുപ്പീരിയറായ സ്തുത്യർഹമായി സേവനം ചെയ്ത് ബാംഗ്ലൂരിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന ബഹുമാനപ്പെട്ട മേഴ്സി സിസ്റ്ററിനെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ശക്തിപ്പെടുത്തണമേ എന്നും പരിശുദ്ധ മദർ സുപ്പീരിയറായി ബഹുമാനപ്പെട്ട സത്യ സിസ്റ്ററിനെയും ദൈവാനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ റൂഹായാൽ പൂരിതരായി സുവിശേഷം പ്രസംഗിക്കാൻ സ്നേഹന്മാരെ നിയോഗിച്ച കർത്താവേ, ഉത്ഥിതനായ നിന്നെ അനുഭവിച്ചറിയുന്നതിനും രക്ഷയുടെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല മനുഷ്യരും നിന്നെ ഏകരക്ഷകനും നാഥനുമായിട്ട് പറയുന്നതിനും വിശ്വാസവും മാമോദീസായും സ്വീകരിച്ച് സഭയിൽ നിന്ന് മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങൾ ഇടയാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമരത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളെയും മാലിന്യം തുളസിക്കുകയും ചെയ്യട്ടെ. കൈക്കുമ്പിളിൽ കാഴ്ചയുമായി ബലിവേദിയിൽ നിന്നിടുമേ തിരുയാഗമർപ്പിക്കും അൾത്താരയിൽ തിരുവോസ്തിരൂപണമെൻ ദൈവമേ കാഴ്ചകൾ സ്വീകരിക്കൂ. സമ്പൂർണമായി നൽകുന്നിതാ അഞ്ചപ്പം 5000 നൽകിയ നാഥ, കുരിശോട് ചേർന്നപ്പോൾ സ്നേഹിച്ച നാഥ, സ്വീകരിക്കൂ ഈ ജീവിതം നിന്റെ വിധാനങ്ങൾ നീക്കിയിരിക്കൂ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും നീതിമാനായ മാരുസ് പിതാവിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ.
നിങ്ങളെ ദൈവത്തിന്റെ സ്നേഹന്മാരെ ഏകജാതന്റെ സ്നേഹിതരെ ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജനമെല്ലാം ആമേൻ ആമേൻ ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. നമ്മുടെ രാജാവിനോടുകൂടി നമ്മുടെ ദൈവം നമ്മോടുകൂടി യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുകയും ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി നിശ്ചയമായി വാഴ്ത്ത പിതാവേ, പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വസൃഷ്ടികളും ആദിജാതനും ഞങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകപാവമായ ഈശോമിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നൽകി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവാൻ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിനെ വലത്തുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെ ജീവിക്കുന്നവരെയിരിക്കുവാൻ അവിടുന്ന് നീക്കം വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികമായ സഭയും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനവും ശരീരത്തിലേർപ്പും നിത്യാസനം ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കാൻ നിന്നെ ശക്തനാക്കട്ടെ. പിതാവും പുത്രനും നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രികീസ്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപോലിത്തന്മാരും മെത്രമാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോട് മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരും അനുസ്മരിക്കുവിൻ. വിശാല കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകമുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുകയും അവിടുന്ന് സമീപനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ബലഹീനരായ ഞങ്ങളെ അങ്ങയുടെ കാരുണ്യാതിരകത്തിൽ അങ്ങ് യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും നീക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും
നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാവൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയുടെ മഹത്വമേറിയ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിനുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങൾ ആരാധന സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല പിതൃത്വമെങ്കിൽ നിന്നാവും നിത്യനായ പുത്ര അങ്ങ് പരിശുദ്ധനാകുന്നു. സമസ്തമാകുന്നു സൃഷ്ടിക്കപ്പെട്ടു പ്രാവശ്യമായ പരിശുദ്ധമായതെല്ലാം
കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും അകലരുമായ ഈ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ ദിവ്യരഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് കൽപ്പിച്ചരുളി, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തം ആകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥാ, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമിന്റെ സർവസ്വവും മുൻപിലടച്ച് കുമ്പിടുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും നീക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ലിയോ 14 മാർപ്പാപ്പയ്ക്കും ഞങ്ങളുടെ സഭാധ്യക്ഷനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്കും അതിർപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവ് ഒരു പതാധ്യക്ഷനുമായ മാർ പോളിമിത്രാനും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതരൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലാധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമാം ആകുലരുമായ എല്ലാവർക്കും മരണം മൂലം വേർപെട്ടുപോയ എല്ലാ പ്രിയപ്പെട്ടവർക്കും
അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളെല്ലാവരുടെയും പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. അഭിഷേക പ്രാർത്ഥനയുടെ സമയമാണ്. പെന്തക്കോസ്താ ദിനത്തില് പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെയും പരിശുദ്ധാമ്മയുടെയും എഴുന്നള്ളി വന്നതുപോലെ ഇന്ന് ഈ പെന്തക്കോസ്താ തിരുനാളിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ വരങ്ങളാലും ദാനങ്ങളാലും കൃപകളാലും നിറക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ചേർന്ന് ദാഹത്തോടെ പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദൈവാരൂപി സ്നേഹജ്വാലയ സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നമ്മുടെ ജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ഈ ദാസരുടെ കുർബാനയിൽ എവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശിക്കും എന്നെ പ്രതിപ്പെടുത്തിയ എല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സത്യവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നാഥനായ അങ്ങേക്ക് സ്തുതിയും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും നീക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുതാപത്തിനുള്ളതാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചും സകലതെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതാളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദേശത്ത് നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ ബോധനരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉറപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം അങ്ങ് പൊറുക്കണമേ. ബഹുവിന്റെ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടൊപ്പം സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കണമേ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന കരങ്ങൾ ഉയർത്തി ഏകമനസ്സോടെ നമുക്കൊന്നിച്ച് ആവർത്തിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാതെയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും ഇടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും നീക്കും. സമാധാനം നിങ്ങളോടുകൂടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. അതിൽ നിന്ന് പാനം ചെയ്യാൻ പാപിയായ എന്നെ അങ്ങ് അനുവദിച്ചതിൻ്റെ അവണനീയമായ ഈ സ്നേഹത്തിന് എന്നേക്ക് സ്തുതിയാമേൻ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വം ശർകൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരെ, സ്വർഗരാജ്യത്തെ വിശ്വാസത്തോടെ ദേവപുത്രന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ കർത്താവിശ്വം സിഹായുടെ തിരുശരീരവും തിരുരക്തവും പ്രദാനം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട് നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായി ഞങ്ങളെ പരിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചു നന്ദി പറയുന്നു. സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കാൻ നിയോഗിക്കപ്പെട്ട ഞങ്ങളെ അങ്ങ് തിരുവചനത്താൽ പ്രകാശിപ്പിക്കുകയും ആത്മീയ ഭോജനത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായെ, നിന്റെ ശരീരവും രക്തവും നൽകി പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടാൻ നീ ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശദീകരിക്കപ്പെട്ട് സ്വർഗനിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ ആനന്ദദാനത്തിന് നിനക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. നമ്മുടെ കർത്താവ് മിശിഹായുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റിക്കൊണ്ട് പെന്തക്കോസ്താ ദിവസം സ്ലിഹന്മാരുടെ മേൽ ആവശ്യ പരിശുദ്ധ റൂഹ സഭയിൽ സുദർഹനാകുന്നു. പരിശുദ്ധ റൂഹായാൽ പ്രചോദിതരായി ഈശോയെ കർത്താവ് ദൈവമായി ഏറ്റുപറയാൻ നിങ്ങൾക്ക് കൃപ തരട്ടെ. ഒരേ ശരീരത്തിൽ അംഗങ്ങളായി നിങ്ങൾക്ക് വിവിധ ശുശ്രൂഷകളിലൂടെ മിശിഹായുടെ മൗലിക ശരീരമായ സഭയെ പടുത്തുയർത്താൻ ഇടയാകട്ടെ. പരിശുദ്ധ റൂഹ നിങ്ങളോടുകൂടെ വസിച്ച് മിശിഹായുടെ പ്രബോധനങ്ങളിൽ നിങ്ങളെ സ്ഥിരീകരിക്കുകയും സത്യത്തിന്റെ മാർഗത്തിലൂടെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ സജീവമായ സ്നേഹമായാൽ നിങ്ങളെല്ലാവരും ഉത്തരിതരും സംരക്ഷിതരുമാകട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയും വിശുദ്ധ അന്തോനീസിന്റെ മാധ്യസ്ഥവും നിങ്ങളോട് കൂടെ എന്നുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നയിക്കും. സ്വീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കടന്നു